പുണർദം, പൂയം, ആയില്യം, ഉത്രട്ടാതി, രേവതി, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ പുതുവർഷം തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് തന്നെ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ തീർത്തും അവിശ്വസനീയവും അപ്രതീക്ഷിതവുമായിരിക്കും എന്നതാണ് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ പല ആളുകളും ഈ 2026 എന്ന വർഷത്തെ തന്നെ അത്രയധികം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിൽ തന്നെ പല ആളുകൾക്കും നാളുകളായി നിങ്ങൾ ശ്രമിച്ചിട്ടും പരിഹാരം കാണുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികളും അതുപോലെ തന്നെ നേടിയെടുക്കുവാൻ കഴിയാത്ത ചില ആഗ്രഹങ്ങളും ഇപ്പോൾ ജീവിതത്തിലുണ്ട്. മാത്രമല്ല, ചില പ്രത്യേക മേഖലകളിൽ നിങ്ങൾ ഒരു ശുഭകരമായ മാറ്റം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചില നക്ഷത്രക്കാർക്ക് എന്തൊക്കെയോ പ്രത്യേക ചില കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴാണ് കൃത്യമായി നടന്നു കിട്ടുന്നത് എന്ന് അറിയണമെന്ന് അത്രയധികം ആഗ്രഹമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ഈ 8 നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണകരമായ സ്വാധീനം കൊണ്ട് ഗജലക്ഷ്മി രാജയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഗജലക്ഷ്മി രാജയോഗത്താൽ ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതായത് പുതുവർഷം പിറന്നിട്ട് പോലും അതിൻ്റേതായ ഒരു സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം ഇതിൽ പല വ്യക്തികൾക്കും ഉണ്ടായിട്ടില്ല. സന്തോഷിക്കുവാനുള്ള യോഗമുണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല, പല ദുരിതങ്ങളും ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ പുതുവർഷത്തിൽ പോലും നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദവും ചെറുതൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സിദ്ധിക്കുന്നത് ഗജലക്ഷ്മി രാജയോഗമാണ്. അതായത് ഏറ്റവും ശക്തവും ഐശ്വര്യദായകവുമായ രാജയോഗങ്ങളിലൊന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളിൽ ദാരിദ്ര്യഭയം കുറയുകയും ധനനേട്ടങ്ങളും ജീവിത പുരോഗതിയും കൂടുതലായി കാണുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഏറ്റവും പ്രധാനമായി കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഗജലക്ഷ്മി രാജയോഗം കൊണ്ട് നിങ്ങളുടെ കടബാധ്യതകൾക്കും സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കടബാധ്യതകളെ ഓർത്ത് തന്നെ കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ് ചില കർക്കിടകം രാശിക്കാർ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ദുരവസ്ഥയിൽ നിന്നും പല വ്യക്തികൾക്കും കരകയറുവാനുള്ള യോഗം
ഇതോടെ തെളിയും. മാത്രമല്ല, ഈ ഗജലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന സമയത്ത് പുതിയ ജോലി, ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കർക്കിടകം രാശിക്കാരിൽ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിലനിൽക്കുന്ന ഭാഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യം അച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ജനുവരി 7-ാം തീയതി ബുധനാഴ്ച ജോലിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും പോസിറ്റീവായ ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഇനി ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പറ്റിയാണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്കൊക്കെ വളരെ മികച്ച ഒരു സമയമാണ് ഇത്. കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ വൻ വിജയങ്ങൾ നേടിയെടുക്കുവാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുനർപഠന മേഖലകളിലേക്ക് എത്തിപ്പെടുവാനുമുള്ള ഭാഗ്യമാണ് ഈ ഗജലക്ഷ്മി രാജയോഗത്താൽ വന്നു ചേരുന്നത്. അപ്പോൾ കർക്കിടകം രാശിക്കാരായിട്ടുള്ള മക്കളിലൂടെ വളരെയധികം സന്തോഷിക്കുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുടെ മാതാപിതാക്കൾക്കും വളരെയധികമാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഗജലക്ഷ്മി രാജയോഗം സിദ്ധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ മികച്ച തീരുമാനശേഷിയായിരിക്കും ഉണ്ടാവുക. അതിനാൽ തന്നെ നിങ്ങൾ എടുക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുവാൻ പോകുന്നത് വൻ നേട്ടങ്ങളായിരിക്കും. ഒപ്പം തന്നെ ഭാഗ്യം നിങ്ങളിൽ വളരെയധികം ഉള്ളതിനാൽ തന്നെ ഭാവിയിലായാലും നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരില്ല. ഇനി ഇതിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിങ്ങളുടെ വസ്തുക്കച്ചവടം ഏറ്റവും ഭംഗിയായി നടക്കുകയും അതിലൂടെ ഒരു ധനവരവ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിച്ചു വരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പോസിറ്റീവായ അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ശുഭകരമായിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതിന് പുറമെ തന്നെ ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുകയും ജീവിതത്തിലെ സന്തോഷം വർദ്ധിക്കുകയും മനസമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഗജലക്ഷ്മി രാജയോഗം സൗഭാഗ്യമായി വരുന്നത്. ഇനി രണ്ടാമതായി ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഈ ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗജ എന്ന് പറഞ്ഞാൽ ആനയാണ്. അതായത് ഇത് ശക്തി, അധികാരം എന്നിവയാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയാണ് സർവ ധനനേട്ടങ്ങളെയും ഐശ്വര്യത്തെയും മനുഷ്യന് നൽകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ മീനം രാശിക്കാർക്ക് ഈ ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ശക്തിയും സമ്പത്തും ഒരുമിച്ചാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യസമയം വന്നു ചേരുവാൻ പോകുമ്പോൾ പോലും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരിൽ പല ആളുകളും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അവസ്ഥ നേരിട്ട് വരുന്ന മീനം രാശിയിൽ പിറന്ന ഓരോ നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല ശുഭകാര്യങ്ങളും നടക്കുന്നത് കാണുവാനുള്ള ഭാഗ്യമാണ് ഇതോടെ തെളിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യഫലമായി ഒട്ടനവധി സാമ്പത്തികമായ നേട്ടങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്.
അതായത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില തുകകൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ നിങ്ങളുടെ വരുമാന മേഖല ഏതാണോ ആ മേഖലയിൽ ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഫലങ്ങൾ കാണുന്നത്. മാത്രമല്ല ഈ ഒരു ദിവസം മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെയും ആവശ്യം ആ ഒരു കാര്യത്തിൽ ഇല്ല. അതായത് നിങ്ങളുടെ മനസ്സിലെ വളരെ കാലത്തെ ആഗ്രഹമായ ആ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാനുള്ള യോഗമാണ് ഈ ഗജലക്ഷ്മി രാജയോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കം കുറിക്കുന്ന പുതിയ കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നത് വിജയകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സിദ്ധിക്കുന്നത് ഗജലക്ഷ്മി രാജയോഗമായതിനാൽ തന്നെ ലക്ഷ്മി കടാക്ഷം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം സമ്പന്നതയിലേക്ക് എത്തിക്കുന്നവയായിരിക്കും. അതിനാൽ തന്നെ ഈ ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വർണം പോലെയുള്ള ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന സ്വർണവും പണവുമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ വരുവാനും പോകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൊടുത്ത പണവും സ്വർണവും തിരിച്ചു കിട്ടാത്തതിനാൽ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥ വരാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് ചില മീനം രാശിക്കാരിലേക്ക് വരുവാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധനനേട്ടങ്ങളും ഭാഗ്യകരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും നിങ്ങളുടെ തീരുമാനങ്ങൾക്കും സമൂഹം അംഗീകാരം കൽപ്പിക്കുന്ന തരത്തിലുള്ള ചില സ്ഥാനമാനങ്ങളും മീനം രാശിക്കാരിൽ ചിലരെ തേടിയെത്തുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു. പ്രത്യേകിച്ച് സർക്കാർ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ നേതൃപദവിയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗമാണ് ചില പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജയോഗം നിങ്ങളിൽ സിദ്ധിക്കുന്ന സമയത്ത് ജ്ഞാനവും ധാർമ്മിക ബോധവും ആത്മവിശ്വാസവും വളരെയധികമായിരിക്കും. മാത്രമല്ല ആരോഗ്യ കാര്യങ്ങളിലായാലും മീനം രാശിക്കാർക്ക് വളരെ മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും ഈ ജനുവരി 7-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളും ഉണ്ടാവുകയും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ സമാധാനം നശിച്ചിരുന്നത് ആ പ്രതിസന്ധികളെ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് മറികടക്കുവാനുള്ള വഴികൾ തെളിഞ്ഞു വരികയും ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഗജലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. ഇനി മൂന്നാമതായി ഈ ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജനുവരി 7-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ അത്ര ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെയാണ് വളരെ കാലങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരും സാമ്പത്തിക പ്രതിസന്ധികളും ഒഴിഞ്ഞിട്ട് ഒരു സമയമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇതിനെല്ലാം പുറമെ ദാരിദ്ര്യം അധികരിച്ച് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് സ്വന്തം മക്കളെ ദാരിദ്ര്യമറിയാതെ പോറ്റുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും പോലുമുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഇല്ല. മാത്രമല്ല ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നല്ലോ എന്നും ഭഗവാൻ ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്നില്ലല്ലോ എന്നും നിങ്ങൾ നിരന്തരം സ്വയം പഴിക്കാറുണ്ട്. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിലും മനസമാധാനക്കേടുകൾ നിറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ എല്ലാം കൊണ്ടും ഇനി നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒരു ദുരിതങ്ങളും ബാക്കിയില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടേത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് ഏറ്റവും പോസിറ്റീവായ പല കാര്യങ്ങളെയും ജീവിതത്തിൽ കാണുവാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇതിൽ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഏറ്റവും ആദ്യം തന്നെ കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നുമായിരിക്കും വളരെ പോസിറ്റീവായ ഒരു മാറ്റം കാണുവാൻ കഴിയുന്നത്. അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുമെല്ലാം തന്നെ ഈ ഗജലക്ഷ്മി രാജയോഗത്താൽ ഏറ്റവും മികച്ച ഒരു മാറ്റം ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബ കലഹങ്ങളുമൊക്കെയായി സമാധാനക്കേടുകൾ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കുടുംബ പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനും അതിലൂടെ കൂടുതൽ സന്തോഷം അനുഭവിക്കുവാനുമുള്ള യോഗമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിനാൽ തന്നെ പല വ്യക്തികൾക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് അത്ര വലിയ മാറ്റമായിരിക്കും. മനസമാധാനവും പോസിറ്റിവിറ്റിയും നിങ്ങളിൽ വർദ്ധിക്കും എന്നത് മാത്രമല്ല, സാമ്പത്തികമായും വൻ നേട്ടങ്ങളാണ് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ ഈ ഗജലക്ഷ്മി രാജയോഗം കൊണ്ട് തേടിയെത്തുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ചില വ്യക്തികൾക്ക് വിദേശ വരുമാനം കൈപ്പറ്റുവാനുള്ള യോഗം വരെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതൊരു പക്ഷേ വിദേശയാത്രാ യോഗം ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾക്ക് കൈവരുന്ന വരുമാനമോ അതല്ല എന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് മറ്റേതെങ്കിലും വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പണമോ എന്തുമാകാം. എന്തുതന്നെ ആയിരുന്നാലും ഒരു വിദേശ വരുമാനത്തിൽ പങ്കാളിയാകുവാനുള്ള ഭാഗ്യം ചില കുംഭം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാനും അതിൽ നിന്ന് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്നമനം വന്നു ചേരുന്നത് കാണുവാനും പല കുംഭം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് കഴിയും. അതോടൊപ്പം തന്നെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ മറ്റുള്ള ചില ആളുകളോട് എന്തൊക്കെയോ കാര്യങ്ങളെപ്പറ്റി വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് എന്തോ ഒരു കാര്യം ചെയ്തു കൊള്ളാമെന്ന് അവരോട് പറയുകയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന എന്തോ ഒരു കാര്യം കൃത്യമായ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗജലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ധനനേട്ടങ്ങളായിരുന്നാലും ശുഭകാര്യങ്ങളായിരുന്നാലും അത് ഒരു ദീർഘകാലത്തേക്ക് നിങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുന്നവ തന്നെയായിരിക്കും. ഇനി ഈ നേട്ടങ്ങൾക്കെല്ലാം പുറമെ തന്നെ മംഗല്യഭാഗ്യവും ഗജലക്ഷ്മി രാജയോഗം തെളിഞ്ഞിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉടനടി ജീവിതത്തിൽ ഉണ്ടാകും. അതായത് കാലങ്ങളായി വിവാഹ തടസ്സം നേരിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും ശുഭകരവും മംഗളകരവുമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമാധാനവും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരികയും മികച്ച ആരോഗ്യസ്ഥിതി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ജനുവരി 7-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഗജലക്ഷ്മി രാജയോഗത്താൽ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.